വയനാട് പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചു. ആവശ്യമെങ്കിൽ വനാതിർത്തിയിൽ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. കടുവ കൂട്ടിൽ കുടുങ്ങിയില്ല എങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് തീരുമാനം. ഇന്ന് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ രാത്രിയോടെ കാടുകയറ്റുകയായിരുന്നു. നരഭോജി കടുവയെ കർണാടക വനംവകുപ്പ് കേരള വനാതിർത്തിയിൽ ഇറക്കിവിട്ടെന്ന ആരോപണവുമായി CPM രംഗത്തെത്തി. 3 പേരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ നരഭോജി കടുവയാണ് കേരള അതിർത്തിയിൽ ഇറക്കിവിട്ടതെന്ന് CPM പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി ആരോപിച്ചു. ഫൈസൽ നെടുമ്പാലയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ, CPM ആരോപണം ശരിക്കും എന്താണ്? അജി, ഏറ്റവും പ്രധാനമായി വീണ്ടും ജനവാസ മേഖലയിൽ ഇന്നലെ അപകടമുണ്ടായ അതേ ഇടത്ത് വീണ്ടും കടുവയെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ കടുവയെ കണ്ടു. പടക്കം പൊട്ടിച്ച് വൈകിട്ടോടുകൂടി കാട്ടിലേക്ക് തുരത്തുകയായിരുന്നു. ഇപ്പോൾ CPM ഒരു ആരോപണം വന്നിരിക്കുന്നത് ഇത് കർണാടക വനത്തിൽ ഉണ്ടായിരുന്ന കടുവയാണ്, കർണാടകയിൽ 3 പേരെ കൊന്ന കടുവയാണ് എന്നുള്ളതാണ് CPM ആരോപണം. അത് മാത്രമല്ല, ഈ കടുവയെ പിടികൂടി കേരള അതിർത്തിയിൽ വിട്ടതാണ് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണമാണ് CPM പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി ഇപ്പോൾ കർണാടക വനംവകുപ്പിന് എതിരെ ഉയർത്തിയിരിക്കുന്നത്. മൈസൂര് ജില്ലയിലെ സരഗൂർ താലൂക്കിലാണ് ഈ കടുവ 3 പേരെ കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ CPM പറയുകയാണ്. എന്തായാലും ഈ ഒരു ഭാഗത്ത് വനംവകുപ്പിന്റെയും പോലീസിന്റെയും ശക്തമായ പെട്രോളിംഗ് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, വനത്തോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് ഒരു കൂടും സ്ഥാപിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ കൂടുകൾ ഈ വനാതിർത്തിയോട് ചേർന്ന് കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കും. ഇനി ഏതെങ്കിലും തരത്തിൽ കടുവയെ കണ്ടെത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ പിടികൂടാൻ സാധിക്കാതെ വരികയാണെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടുന്നതടക്കമുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കും. ആദ്യം ഈ സാധാരണ കടുവയല്ല, ഇതൊരു നരഭോജി കടുവയാണ്. മനുഷ്യന്റെ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിലുള്ള കടുവയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ കടുവ തന്നെയാണ് ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ കൂമന് ജീവൻ നഷ്ടമായതും ഇതേ കടുവയിൽ നിന്നാണ് എന്നുള്ളതാണ് വനംവകുപ്പിന്റെ നിഗമനം. മറ്റ് പ്രദേശങ്ങൾ, അതായത് ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കടുവയുടെ സാന്നിധ്യമുണ്ട്. ഇന്നലെ ഈ മാരൻ എന്ന് പറയുന്ന കൂമന്റെ മരണത്തോട് ചേർന്ന് രാത്രിയോട് കൂടി കടുവ കാട് കയറി എന്നുള്ളതായിരുന്നു വനംവകുപ്പ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് വീണ്ടും ഈ ഒരു മേഖലയിൽ കടുവയെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കാനുള്ള കാരണം. ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശവാസികൾക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോടും പുറത്തിറങ്ങരുത് എന്നതടക്കമുള്ള കർശന നിർദ്ദേശമാണ് വനംവകുപ്പ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചതാണ്. കടുവയുടെ പ്രജനന കാലമാണ് ഏറ്റവും കൂടുതൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സമയമാണ്. കടുവ ഇര തേടി ഇറങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനവാസ മേഖലയിലേക്ക് കടുവ ഇറങ്ങുന്ന ഒരു സമയമായതിനാൽ തന്നെ ഈ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി പകുതി വരെ ഈ കടുവയുടെ പ്രജനനകാലം തുടരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമായതിനാൽ കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകരുതെന്നും കൃത്യമായിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്.